ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മഹാനായ അലക്സാണ്ടർ, ലോകം കീഴടക്കിയ യുവാവിൻ്റെ മനസ്സ്. ഒരു സാധാരണ രാജാവിൻ്റെ മകനായി ജനിച്ച ഒരു ബാലൻ ലോകത്തിൻ്റെ അതിർത്തികൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് ചെറുതാണെന്ന് വിശ്വസിച്ചു. അവൻ വെറും രാജ്യങ്ങൾ കീഴടക്കിയില്ല, അവൻ ഭയം കീഴടക്കി, സംശയം കീഴടക്കി, ഇതുവരെ മതി എന്ന് പറയുന്ന മനുഷ്യരുടെ പരിധികളെയും കീഴടക്കി. അവനാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ചരിത്രത്തിൽ അനവധി രാജാക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും മഹാനായി ഓർമ്മിക്കപ്പെടുന്നില്ല. ഒരു പേരിന് പിന്നിൽ മഹാൻ എന്ന് ചരിത്രം ചേർക്കുമ്പോൾ അത് വെറും വിജയങ്ങൾക്കുള്ള ബഹുമതി മാത്രമല്ല, അത് ഒരു മനസ്സിൻ്റെ ശക്തിക്ക് കിട്ടുന്ന മുദ്രയാണ്. ക്രിസ്തുവിന് മുൻപ് 356 മാസിഡോണിയയിൽ ജനിച്ച അലക്സാണ്ടർ ചെറുപ്പം മുതൽ സാധാരണ ജീവിതത്തിനായി വളർന്നു വന്നവനായിരുന്നു. സാധാരണ ജീവിതത്തിനായി വളർന്നവനല്ലായിരുന്നു. അവൻ്റെ പിതാവ് ഫിലിപ്പ് രണ്ടാമൻ ശക്തനായ ഒരു രാജാവായിരുന്നു. പക്ഷേ അലക്സാണ്ടറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവൻ ജനിച്ച രാജകുടുംബമല്ല, അവൻ്റെ ചിന്തയെ തീപിടിപ്പിച്ച ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ അവനെ യുദ്ധം മാത്രം പഠിപ്പിച്ചില്ല, ലോകത്തെ എങ്ങനെ കാണണം, മനുഷ്യരെ എങ്ങനെ മനസ്സിലാക്കണം, ജ്ഞാനം എന്തിന് ആവശ്യമാണ്, വിജയം എങ്ങനെ നിലനിർത്തണം, അതെല്ലാം പഠിപ്പിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ആദ്യ പാഠം ഇതാണ്: വലിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ വലിയ ചിന്തകളുടെ അടുക്കൽ പോകണം. ശരിയായ ഗുരു, ശരിയായ പുസ്തകം, ശരിയായ ചിന്ത, ഇവ ജീവിതത്തിൻ്റെ ദിശ മാറ്റും. അലക്സാണ്ടർ വെറും സ്വപ്നം കണ്ടില്ല, സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. യുദ്ധവിദ്യ അഭ്യസിച്ചു, കുതിരപ്പുറത്ത് പായാൻ പഠിച്ചു, ഭയം കാണിക്കാതെ നിൽക്കാൻ പഠിച്ചു, മറ്റുള്ളവർ പിൻവാങ്ങുന്ന നിമിഷങ്ങളിൽ മുന്നോട്ട് ചുവട് വയ്ക്കാൻ പഠിച്ചു. അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രശസ്ത സംഭവം എല്ലാവർക്കും അറിയാം: ബീസിഫലസ് എന്ന കാട്ടുകുതിരയെ അടക്കിയ കഥ. ആ കുതിരയെ ആരാലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, എല്ലാവരും പേടിച്ചു. പക്ഷേ ചെറുപ്പക്കാരനായ അലക്സാണ്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചു: കുതിര തൻ്റെ നിഴൽ കണ്ടാണ് ഭയപ്പെടുന്നത്. അവൻ കുതിരയെ സൂര്യൻ്റെ ദിശയിലേക്ക് തിരിച്ച് അതിനോട് ശാന്തമായി സംസാരിച്ച് അവസാനം ആ കുതിരയെ അടക്കി. ഇത് വെറും ഒരു കുതിരയുടെ കഥയല്ല, ഇത് ജീവിതത്തിൻ്റെ രഹസ്യമാണ്. പലപ്പോഴും പ്രശ്നമല്ല, നമ്മൾ കാണാതെ പോകുന്ന കാരണമാണ് പ്രശ്നം. മറ്റുള്ളവർ പേടിക്കുന്നിടത്ത് നീ ശാന്തമായി നോക്കാൻ പഠിച്ചാൽ നീ കാണും ഭയത്തിൻ്റെ പിന്നിൽ ഒരു പരിഹാരം നിൽക്കുന്നു. അലക്സാണ്ടറിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇതാണ്: ധൈര്യം എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല, ഭയത്തേക്കാൾ വ്യക്തമായ ദർശനമുള്ള അവസ്ഥയാണ്. 20-ാം വയസ്സിൽ അലക്സാണ്ടർ രാജാവായി. ചെറുപ്പം, അനുഭവക്കുറവ്, പക്ഷേ സ്വപ്നം വലിയതായിരുന്നു. മിക്കവരും ആ പ്രായത്തിൽ ജീവിതം തുടങ്ങുകയാണ്. അലക്സാണ്ടർ ആ പ്രായത്തിൽ ലോകത്തെ മാറ്റാനിറങ്ങി. അവൻ ഗ്രീസിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ കുതിച്ചു. ഗ്രാനിക്കസ്, ഇസസ്, ഗൗഗമലെ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് അസാധ്യമായി തോന്നിയ യുദ്ധവിജയങ്ങൾ. എന്താണ് അവനെ വേറിട്ടവനാക്കിയത്? അവൻ വെറും സൈന്യത്തെ നയിച്ചില്ല, അവൻ മുന്നിൽ നിന്ന് നയിച്ചു. സൈനികരോട്
പോയി പോരാടൂ എന്ന് പറയുന്ന രാജാവല്ലായിരുന്നു അവൻ. എന്നെ പിന്തുടരൂ എന്ന് പറയുന്ന നേതാവായിരുന്നു. ഇവിടെ ജീവിതത്തിനുള്ള രണ്ടാമത് വലിയ പാഠമുണ്ട്. ഒരു യഥാർത്ഥ നേതാവ് ഉത്തരവിടുന്നവനല്ല, ഉദാഹരണം കാണിക്കുന്നവനാണ്. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും സുഹൃത്തുക്കളിലായാലും നീ മറ്റുള്ളവരിൽ നിന്ന് ആദരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ കൃത്യതയും ധൈര്യവും കാണിക്കണം. അലക്സാണ്ടർ മനസ്സിലാക്കിയിരുന്നത് വളരെ ലളിതമായ ഒരു സത്യമാണ്. ജനങ്ങൾ വാക്കുകളേക്കാൾ പ്രവൃത്തിയെയാണ് പിന്തുടരുന്നത്. അവൻ ദൂരെ ദൂരെ സഞ്ചരിച്ചു, മരുഭൂമികൾ കടന്നു, മലകൾ കടന്ന്, വൈരികളുടെ നടുവിൽ നിന്ന് അവൻ ലോകം കീഴടക്കിയത് വാളുകൊണ്ടല്ല, ആദ്യം സ്വന്തം മനസ്സിനെ കീഴടക്കിയത് കൊണ്ടാണ്. കാരണം ലോകം കീഴടക്കുന്നതിന് മുമ്പ് സ്വന്തം ക്ഷീണം കീഴടക്കണം, സ്വന്തം മടുപ്പ് കീഴടക്കണം, സ്വന്തം സംശയം കീഴടക്കണം, എനിക്ക് പറ്റുമോ എന്ന ചോദ്യത്തെ കീഴടക്കണം. നമ്മളിൽ പലരും വലിയ സ്വപ്നം കാണുന്നു, പക്ഷേ ആദ്യ പ്രതിസന്ധി വന്നാൽ പിന്നോട്ടടിക്കുന്നു, ആദ്യ വിമർശനം വന്നാൽ മിണ്ടാതെയാകുന്നു, ആദ്യ പരാജയം വന്നാൽ ഇത് എൻ്റെ വഴിയല്ല എന്ന് കരുതുന്നു. പക്ഷേ അലക്സാണ്ടർ പറയുന്നത് വേറെയാണ്. നിൻ്റെ വഴി എളുപ്പമാകില്ല, നിൻ്റെ വഴി വ്യക്തവുമാകില്ല, പക്ഷേ നീ നടക്കുന്നത് നിർത്തരുത്. അവൻ ഓരോ യുദ്ധവും ജയിച്ചപ്പോഴും അവൻ്റെ മുന്നിൽ പുതിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. ഇതാണ് ജീവിതം. ഒരു വിജയം വന്നാൽ എല്ലാം അവസാനിക്കില്ല. ഒരു ലക്ഷ്യം കൈവന്നാൽ ജീവിതം നിശ്ചലമാകില്ല. ഓരോ കൊടുമുടിക്കും അപ്പുറം മറ്റൊരു കൊടുമുടി ഉണ്ടാകും. അതുകൊണ്ട് വിജയിച്ചാലും വിനയം വേണം, പരാജയപ്പെട്ടാലും ധൈര്യം വേണം. അലക്സാണ്ടർ വെറും യുദ്ധക്കാരൻ മാത്രമായിരുന്നില്ല. അവൻ സംസ്കാരങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു, പുതിയ നഗരങ്ങൾ സ്ഥാപിച്ചു, പഠനവും വ്യാപാരവും ആശയവിനിമയവും വളരാനിടയാക്കി. ഇത് കാണിക്കുന്നത് ഒരു വലിയ സത്യമാണ്. യഥാർത്ഥ വിജയം നശിപ്പിക്കുന്നതിലല്ല, സൃഷ്ടിക്കുന്നതിലാണ്. നീ വിജയിക്കണം, പണം സമ്പാദിക്കണം, ഉയരങ്ങളിലെത്തണം. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? നിൻ്റെ വിജയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകുന്നില്ലെങ്കിൽ. അലക്സാണ്ടർ തൻ്റെ ജീവിതം അതിശയകരമായ വിജയങ്ങളാൽ നിറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ അവസാനം നമ്മെ നിർത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. 32-ാം വയസ്സിൽ, അതേ വെറും 32-ാം വയസ്സിൽ ലോകം കീഴടക്കിയ ആ യുവാവ് മരണപ്പെട്ടു. ഇത്രയും സാമ്രാജ്യങ്ങൾ, ഇത്രയും ദുഃഖങ്ങൾ, ഇത്രയും യുദ്ധങ്ങൾ, ഇത്രയും ജയങ്ങൾ, അവസാനം കയ്യിൽ ഒന്നും കൊണ്ടുപോകാനായില്ല. ചരിത്രത്തിൽ പറയുന്ന ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. മരണശേഷം തൻ്റെ ശവപ്പെട്ടിയിൽ കൈകൾ പുറത്തേക്ക് കാണിക്കണമെന്ന് അലക്സാണ്ടർ പറഞ്ഞുവെന്നും. എന്തുകൊണ്ട്? ലോകമറിയാൻ, ലോകം കീഴടക്കിയവനും ശൂന്യ കൈയോടെയാണ് പോകുന്നത്. ഇത് യഥാർത്ഥമായി പറഞ്ഞ വാക്കാണോ എന്നത് ചരിത്ര ചർച്ചയായിരിക്കാം. പക്ഷേ അതിൻ്റെ സന്ദേശം അതിശക്തമാണ്. നമ്മൾ എന്തിനാണ് ഇത്ര ഓടുന്നത്? പേരിനായി, പണത്തിനായി, മറ്റുള്ളവർക്ക് മുന്നിൽ വലിയവനായി തോന്നാനായി. ഇതെല്ലാം നേടേണ്ടതുമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നേടുന്നതിനിടയിൽ ജീവിതം തന്നെ നഷ്ടപ്പെടരുത്. അലക്സാണ്ടർ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ പാഠം ഇതായിരിക്കാം: വലിയ സ്വപ്നം കാണൂ, ധൈര്യമായി പോരാടൂ, ലോകം കീഴടക്കും. പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം മറക്കരുത്. നിൻ്റെ സമയം പരിമിതമാണ്, നിൻ്റെ ഊർജം പരിമിതമാണ്, നിൻ്റെ ജീവിതം ഒരു ദിവസം അവസാനിക്കും. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം: നീ ജീവിച്ചോ അതോ വെറും ഓടിച്ചോ? അലക്സാണ്ടറിനെ പോലെ ലോകം കീഴടക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. പക്ഷേ ഓരോരുത്തർക്കും സ്വന്തം ലോകം കീഴടക്കാം. ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം ലോകം അവൻ്റെ പഠനവും ഭാവിയും. ഒരു ജോലിക്കാരന് സ്വന്തം ലോകം അവൻ്റെ കരിയറും ആത്മവിശ്വാസവും.
ഒരു കുടുംബനാഥന് സ്വന്തം ലോകം അവൻ്റെ ഉത്തരവാദിത്തങ്ങളും സ്നേഹവും. ഒരു സ്വപ്നമുള്ള മനുഷ്യന് സ്വന്തം ലോകം തൻ്റെ ഭയങ്ങൾക്ക് അപ്പുറം കാത്തിരിക്കുന്ന ജീവിതം. നീ ജയിക്കേണ്ട യുദ്ധം പുറത്തല്ലായിരിക്കാം, അതെല്ലാം നിൻ്റെ ഉള്ളിലായിരിക്കാം. നിന്നെ തടയുന്ന ശത്രു മറ്റാരുമല്ലായിരിക്കാം, അത് നിൻ്റെ മടുപ്പായിരിക്കും, അത് നിൻ്റെ ഭയമായിരിക്കാം, നിൻ്റെ നീട്ടിവെക്കൽ സ്വഭാവമായിരിക്കാം, നിൻ്റെ നാളെ തുടങ്ങാമെന്ന ചിന്തയായിരിക്കും. അപ്പോൾ അലക്സാണ്ടറിൻ്റെ കഥ ഒരു ചരിത്രപാഠമല്ല, അതൊരു വെല്ലുവിളിയാണ്. നീ നിൻ്റെ ജീവിതത്തിൽ എത്ര ദൂരം പോകാൻ തയ്യാറാണ്? നീ നിൻ്റെ ഭയങ്ങളെ നേരിടാൻ തയ്യാറാണോ? നീ നിൻ്റെ പരിമിതികൾ പൊട്ടിക്കാൻ തയ്യാറാണ്? അതുകൊണ്ട് ഓർക്കുക, വലിയ ആളുകൾ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരല്ല. അവർക്കും ഭയമുണ്ടായിരുന്നു, അവർക്കും ക്ഷീണമുണ്ടായിരുന്നു, അവർക്കും അനിശ്ചിതത്വമുണ്ടായിരുന്നു. പക്ഷേ അവർ നിർത്തിയില്ല. അതാണ് അലക്സാണ്ടറിൻ്റെ രഹസ്യം. അവൻ പൂർണ്ണനായതുകൊണ്ടല്ല മഹാനായത്, അവൻ മുന്നോട്ട് പോയത് കൊണ്ടാണ് മഹാനായത്. അതിനാൽ ഈ നിമിഷം നിൻ്റെ ജീവിതം ഒരു യുദ്ധഭൂമിയാണെങ്കിൽ ഒളിച്ചോടരുത്. നിൻ്റെ ലക്ഷ്യം വളരെ ദൂരെയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഭയപ്പെടരുത്. നിൻ്റെ വഴി ആരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിർത്തരുത്. നീ ഓർക്കേണ്ടത് ഒന്ന് മാത്രം: ലോകം കീഴടക്കുന്നതിന് മുമ്പ് മനസ്സ് കീഴടക്കണം. വിജയത്തിൻ്റെ മുമ്പ് ശാസനം വരണം, ധൈര്യത്തിൻ്റെ മുമ്പ് ദർശനം വരണം. അലക്സാണ്ടർ മഹാൻ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: ജീവിതം ചെറുതായിരിക്കാം, പക്ഷേ സ്വപ്നങ്ങൾ ചെറുതാകേണ്ടതില്ല. സമയക്കുറവായിരിക്കാം, പക്ഷേ ധൈര്യം കുറയരുത്. മരണം അനിവാര്യമാകാം, പക്ഷേ അതിനു മുമ്പ് ജീവിച്ച ജീവിതം സാധാരണ ആയിരിക്കേണ്ടതില്ല. അതുകൊണ്ട് എഴുന്നേൽക്കൂ, നിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടക്കൂ, നിൻ്റെ ഭയങ്ങളെ നേരിടൂ, നിൻ്റെ ജീവിതത്തിൻ്റെ സാമ്രാജ്യം പണിയും. കാരണം ഒരു ദിവസം ലോകം നിന്നെ ഓർക്കാതിരിക്കാം, പക്ഷേ നീ നിൻ്റെ ജീവിതം പൂർണ്ണമായി ജീവിച്ചാൽ നിൻ്റെ ആത്മാവ് നിന്നെ മറക്കില്ല. അതാണ് യഥാർത്ഥ ജയം, അതാണ് യഥാർത്ഥ മഹത്വം, അതാണ് അലക്സാണ്ടർ മഹാൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഈ ജീവചരിത്രം നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകി, ഒരു പ്രചോദനം നൽകിയെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിലും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് ഇതിൻ്റെ അവസാനം വരെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മോട്ടിവേഷൻ നൽകുന്ന വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.